നമസ്കാരം. മലയാളത്തിന് ഒരു പുതിയ പദം കൂടി ലഭിച്ചിരിക്കുകയാണ്. തങ്ങളടി. തങ്ങളടി എന്ന് പറഞ്ഞ പുതിയൊരു വാക്ക് മലയാളം നിഘണ്ടുവിൽ എഴുതി ചേർക്കേണ്ടിയിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ ജയലക്ഷ്മി നായർ പറയുന്നത്. എന്തായാലും ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഗവർണർ പുതിയ മന്ത്രിമാർക്ക് കൊടുത്ത വിരുന്നു സൽക്കാരത്തിൽ പാണക്കാട് തങ്ങൾ വലിഞ്ഞു കയറി വന്നു ശാപ്പാടടിച്ച വാർത്ത വൈറലാകുന്നു. ഇയാൾക്ക് എന്തിൻ്റെ കേടായിരുന്നു? അന്ന് കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിന് കുമ്മനടി എന്നും പറഞ്ഞ് ശ്രീ കുമ്മനം രാജശേഖരനെ ട്രോളിയവർ ഓർത്തില്ല ഇതുപോലൊരു അവസരം ഞങ്ങൾക്കും കിട്ടുമെന്ന്. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല എന്നാണ് ജയലക്ഷ്മി നായർ പറയുന്നത്. എന്തായാലും അന്ന് കുമ്മനം രാജശേഖരനെ കുമ്മനടി എന്ന് പറഞ്ഞു കളിയാക്കിയിട്ടുണ്ട് എങ്കിൽ തങ്ങളടി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ആരാണ് ഇദ്ദേഹത്തെ വിളിച്ചത്? MLA-മാരുടെ ചടങ്ങിലേക്ക് പങ്കെടുക്കുവാനായിട്ട് എന്തിനാണ് തങ്ങളവിടെ എത്തിയത് എന്നുള്ള മറുചോദ്യം സ്വാഭാവികമായും ചോദിക്കാം. പാണക്കാട് തങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ആൾ തന്നെയാണ്, നമുക്കതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ ഇത്തരത്തിൽ മനുഷ്യരെ വർഗീകരിച്ചുകൊണ്ട് മനുഷ്യരെ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കുക. കുമ്മനം രാജശേഖരൻ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സമയത്താണ് കൊച്ചി മെട്രോയിൽ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് ആ യാത്ര നടത്തിയത്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പ്രായമോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എക്സ്പീരിയൻസോ അതൊന്നും കണക്കിലെടുക്കാതെ അദ്ദേഹത്തെ വളരെ മ്ലേച്ഛമായിട്ടുള്ള വളരെ വൃത്തികെട്ട ഭാഷയിൽ അദ്ദേഹത്തെ കളിയാക്കുകയും അദ്ദേഹത്തെ വീണ്ടും ആവർത്തിച്ച് എന്തോ പല പദപ്രയോഗങ്ങളിലൂടെ അദ്ദേഹത്തെ പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് വളരെ വലിയ മാനസികമായ ആഘാതമാണ് ശ്രീ കുമ്മനം രാജശേഖരനെ ഉണ്ടാക്കി കൊടുത്തത്. കാരണം ആധുനിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുമ്മനം രാജശേഖരന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് വളരെ കൃത്യമായ ഒരു സ്ഥാനം തന്നെയുണ്ട്. പ്രത്യേകിച്ചും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആയാലും അതിനു മുന്നേ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം കുമ്മനം രാജശേഖരൻ വളരെ പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്ന് തന്നെയാണ്. വളരെയധികം സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഗവർണറായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് എന്ത് കിട്ടുമോ അത് കഴിച്ചുകൊണ്ട് എവിടെ വേണമോ കിടന്നുറങ്ങുവാൻ സന്നദ്ധമായിട്ടുള്ള വളരെ സിമ്പിളായ ജീവിതം നയിക്കുന്ന ആളാണ് കുമ്മനം രാജശേഖരൻ. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ സംസ്കാരമുള്ള വ്യക്തിയെ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് കടന്നു കയറി ആരെയും ഒന്നും തന്നെ പറയാറില്ല, ഒരു ദോഷവും പറയാറില്ല. അത്തരത്തിൽ സാത്വികനായ മനുഷ്യനാണ്. അദ്ദേഹത്തെ ഈ രീതിയിൽ അധിക്ഷേപിച്ചാൽ തീർച്ചയായും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ തങ്ങളടി എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ ഒരു പേരിട്ടാൽ അത് മുസ്ലിം ലീഗിന് അനുഭവിക്കുകയേ മാർഗമുള്ളൂ. അല്ലെങ്കിൽ കോൺഗ്രസ് സപ്പോർട്ടർമാർക്കും ഇടതുപക്ഷ സപ്പോർട്ടർമാർക്കും ഇവർക്കെല്ലാവർക്കും ഇത് അനുഭവിച്ചേ മതിയാവും. നേരിട്ട് എന്തായാലും അവർ മുസ്ലിം ലീഗിനെ ഒന്നും പറയില്ല. കാരണം മുസ്ലിം ലീഗ് എന്നെങ്കിലും ഇടതുപക്ഷത്തിലേക്ക് വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ് ഇടതുപക്ഷം. ബാലൻ പല രീതിയിൽ പലതരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുവാൻ നോക്കിയിട്ട് നടന്നില്ല. പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് പലപ്പോഴായി ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും മുസ്ലിം ലീഗിനെ ഈ ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പിൽ കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയിട്ട്. കാരണം മലപ്പുറമൊക്കെ നേടിയെടുത്തു കൊടുത്തത് ഇടതുപക്ഷമായിരുന്നു. അന്നൊക്കെ ഇവർ വിചാരിച്ചിരുന്നത് എങ്ങനെയെങ്കിലും മുസ്ലിം ലീഗ് തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ്. കാരണം ഭീകരവാദികൾക്കൊപ്പം ഏറ്റവും അടുത്ത് നിന്നത് ഇവരാണ്. 1946 അധികാരി തീസിസ് പാസ്സാക്കിയിട്ട് ഇന്ത്യയെ 16 കഷ്ണമായിട്ട് മുറിക്കണം എന്ന് പറഞ്ഞതാണ്. പാകിസ്ഥാന് വേണ്ടിയിട്ട് ഭൂപടം ഉണ്ടാക്കി കൊടുത്ത ടീമാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ മലപ്പുറം ടീമിനെ എങ്ങനെയെങ്കിലും ഈ മുസ്ലിം ലീഗിനെ തങ്ങളുടേതാക്കി മാറ്റണം. തങ്ങളുടേതെന്ന് പറയുമ്പോൾ ഇവരുടെ നേതാവായ തങ്ങളുടേതല്ല, അല്ലെങ്കിൽ പാണക്കാട് തങ്ങളുടേതല്ല, CPM-ൻ്റെ ഭാഗമാക്കി മാറ്റിയെടുക്കണമെന്നത് അവരുടെ ഒരു വലിയ അജണ്ടയും ആഗ്രഹമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്തായാലും നേരിട്ട് ഈ പേര് വിളിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ BJPയുടെ അനുഭാവികളായിട്ടുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ഈ പേര് വിളിച്ചാൽ ആർക്കും അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതിന് 100% ഇവരൊക്കെ അർഹമാണ് എന്ന് പറയേണ്ടി വരും. കുമ്മനം രാജശേഖരനെ കുമ്മനടി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചാൽ തങ്ങളടി എന്ന് തിരിച്ച് കേൾക്കേണ്ടി വരും. അത്തരത്തിൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊക്കെ പറയും പോലെ, പണ്ടൊക്കെ ദൈവം പിന്നെയാണ് ഇപ്പം കയ്യോടെ എന്ന് പറയും പോലെ, കുമ്മനം രാജശേഖരനെ ഈ രീതിയിൽ വക്രീകരിച്ച് വികലമാക്കി അദ്ദേഹത്തിനെ അവതരിപ്പിച്ച ആൾക്കാർക്ക് കിട്ടുന്ന നല്ല ഒന്നാന്തരം മറുപടി തന്നെയാണ് ഇത് തങ്ങളടി എന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.